ഹായ്, ഈ വർഷത്തെ നീറ്റ് എക്സാം പ്രതീക്ഷിച്ചതിലും എളുപ്പമായപ്പം ഒരുപാട് കുട്ടികളുടെ ഏറ്റവും വലിയ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് ഒത്തിരി വരും, 650ൻ്റെ മുകളിലൊക്കെ ആവുമോ എന്നുള്ളതാണ്. എൻ്റെ ഒരു അനാലിസിസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒന്നാമതായിട്ട് പരീക്ഷ 2024 പോലെ ഭയങ്കര എളുപ്പമൊന്നും ആയിരുന്നില്ല കേട്ടോ. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം, കഴിഞ്ഞ വർഷം 2025 നല്ല ടഫായിരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഒരു ടഫ് എക്സാമാണ് എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ ഒരു ആവറേജ് എക്സാം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, നമുക്കത് ഈസി ആയിട്ട് തോന്നും. അങ്ങനെ തോന്നിയതല്ലേ ശരിക്ക്? അതേപോലെ തന്നെ 2024 എന്തുണ്ടായിരുന്നു, ഓരോ സബ്ജക്റ്റിലും ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നോ രണ്ടോ മിസ്റ്റേക്സുകൾ വരുത്തി കഴിഞ്ഞാലും അത് കവർ ചെയ്യാൻ വേറെ ഓപ്ഷൻസും നമ്മൾ മുന്നിലുള്ളതുകൊണ്ടാണ് 2024 അത്രക്കും നല്ല സ്കോറും അത്രക്കും ഹൈ കട്ട് ഓഫും വന്നിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് ബയോളജിയിൽ, ബോട്ടണിയിലും സുവോളജിയിലും ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പർ ആണെങ്കിലും ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ഇപ്പോൾ ടോപ്പ് മാർക്ക് എക്സ്പെക്ട് ചെയ്ത കുട്ടികൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ 2 സബ്ജക്റ്റിലും തെറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കട്ട് ഓഫ് അത്രയൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള സ്ഥാപനങ്ങളെ ഇപ്പോൾ അലനും ആകാശും നാരായണൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഒരു കട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പരീക്ഷ 2024 മുന്നേ ഉള്ള 2023-22 റേഞ്ചിലുള്ള ഒരു ഡിഫിക്കൽട്ടി ലെവലുള്ള എക്സാം ആണെന്നാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ 2023 611 ആയിരുന്നു എന്ത് ഓൾ ഇന്ത്യ കട്ട് ഓഫ്, 2022 അത് 596 അപ്പം ഏകദേശം ആ ഒരു 595-600 റേഞ്ചിലാണ് എന്തുണ്ടാവുക, ഓൾ ഇന്ത്യ കട്ട് ഓഫ് വരിക എന്നാണ് അവരൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓൾ ഇന്ത്യ കട്ട് ഓഫിനേക്കാളും എപ്പോഴും ഒരു 20-30 മാർക്കാണ് കേരളത്തിലെ കട്ട് ഓഫ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പം ഇത്തവണത്തെ കേരള കട്ട് ഓഫ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 620ൻ്റെയും 630ൻ്റെ ഇടയിലാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം. അതേപോലെ തന്നെ നിങ്ങളുടെ സ്കോറും ഒന്ന് കമൻറ്റ് ചെയ്യാം.